ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലത്തെ മാസീവ് സെൽ ഓഫിന് ശേഷം ഇന്നൊരു റീബൗണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ വലിയ ക്രാഷാണ് നേരിട്ടത്. 1987 ശേഷമുള്ള വലിയ ക്രാഷായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ അറൗണ്ട് 10% ബെറ്റർ ആയിട്ടാണ് ജാപ്പനീസ് നിക്കായ് 225 അതുപോലെ തന്നെ ടോപ്പിക്സ് 2000 ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നിക്കായ് 225 13.57% താഴെയായിരുന്നു. അതുപോലെ തന്നെ ടോപ്പിക്സ് ഇൻഡെക്സ് 12.2% താഴെയായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്നലത്തെ ലോസസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ജപ്പാനും അതുപോലെ തന്നെ ജാപ്പനീസ് ഫിനാൻസ് മിനിസ്റ്ററും പറഞ്ഞിരിക്കുന്നത് ഇത്ര സീരിയസ് ആയിട്ട് വൊളാറ്റിലിറ്റി ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നൊക്കെയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണെന്ന് മോർണിംഗിൽ. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളും ക്രാഷ് ചെയ്തിരുന്നു. അറൗണ്ട് 2.6% തൊട്ട് 3.2% വരെയൊക്കെ താഴെ ആയിരുന്നു. ഡൗ ജോൺസ്, S&P, നാസ്ഡാക്ക് ഒക്കെ. ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സെൽ ഓഫ് ഒന്ന് ശമിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. അതുകൊണ്ട് തന്നെ ഒരു റീബൗണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 38.57 ഇന്നലെ ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 23.39 ആയിരുന്നു. ഒരു അവസരത്തിൽ 65.73 വരെ ഉയർന്നിരുന്നു. പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് ക്ലോസിംഗ് ലോവർ ലെവലിലാണ്. ഇത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ വൊളാറ്റിലിറ്റി മാറിക്കഴിഞ്ഞു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വലിയ സെൽ ഓഫ് ആണ് ഇന്നലെയും കണ്ടത്. നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ മാസീവ് സെൽ ഓഫ് തന്നെയായിരുന്നു. നിഫ്റ്റി ഒരു ഘട്ടത്തിൽ 23,893.7 പോയിന്റ് വരെയൊക്കെ താന്നിരുന്നു. നമ്മൾ ഇന്നലെ ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു നിഫ്റ്റി ഒരു പക്ഷേ 24,000, 23,500 വരെയൊക്കെ താന്നേക്കാം എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്നലെ കണ്ടിട്ടുള്ളത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ എല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആണ്. ഗോൾഡ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് $2,451 പെർ ഔൺസിനാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗവൺമെൻറ് റിഫോം റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പെട്രോളിയം സെക്ടറിൽ പെട്രോളിയം ബില്ലുകൾ പുതിയ ബില്ലായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആ സെക്ടറിന് നൽകുന്നൊരു ന്യൂസാണ്. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകിയേക്കാം. അതോടൊപ്പം തന്നെ ഭാരതി എയർടെലിൻ്റെ Q1 റിസൾട്ട് വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ആവറേജ് റവന്യൂ പെർ യൂസർക്ക് 211 ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇയർ അത് 200 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സ്ട്രോങ് 5G 4G അഡീഷനും അതുപോലെ തന്നെ റവന്യൂ ജനറേഷനാണ്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ TVS സപ്ലൈ ചെയിൻ സൊല്യൂഷന് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വരുന്നുണ്ട്. ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. നമ്മുടെ തന്നെ റെക്കമെൻഡഡ് സ്റ്റോക്കും കൂടിയാണ്. ആസ്റ്റർ DM കെയർ ഹോസ്പിറ്റലായിട്ട് മെർജ് ചെയ്യാന്നുള്ള റിപ്പോർട്ടുകളാണ്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടില്ല. ആസ്റ്ററിന് പ്രീമിയം വാല്യുവേഷൻ ലഭിച്ചേക്കാം. ഒപ്പം ഒരു ഓപ്പൺ ഓഫറും ട്രിഗർ ചെയ്തേക്കാം. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മുടെ തന്നെ ഒരു റെക്കമെൻഡഡ് സ്റ്റോക്കും കൂടിയാണ്. CMS ഇൻഫോസിസ്റ്റംസ് ക്യാഷ് മാനേജ്മെൻറ്റ് സർവൈലൻസ് ഒക്കെ സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. PSU ബാങ്കിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. റവന്യൂ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ കൗസല്യ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് NSE SME സെഗ്മെൻറ്റിലുള്ളൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ കോട്ട് ചെയ്യുന്ന 106 രൂപയാണ്. മാർക്കറ്റിലോട്ട് 1,600 18.53 കോടിയാണ് ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ. പ്രൊമോട്ടർ 73.65% ഹോൾഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഷോർട്ട് ടു മീഡിയം ടൈമിലും അല്ലെങ്കിൽ ലോങ് ടൈമിലും മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ധാരാളം ഓർഡേഴ്സാണ് ലോജിസ്റ്റിക് രംഗത്ത് നിന്ന് ഈ കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ SME സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഡി പൈപ്പിംഗ് അല്ലെങ്കിൽ ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഫാബ്രിക്കേറ്റഡ് പൈപ്പുകൾ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. ഇപ്പോൾ BHELനും അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾക്കൊക്കെ ഈ കമ്പനി പൈപ്പുകൾ സപ്ലൈ ചെയ്യാൻ ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 356, 357 റേഞ്ചിലൊക്കെയാണ്. 53.03 crore ഇക്വിറ്റി ക്യാപിറ്റൽ. പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത് 70.17%. ഈ സ്റ്റോക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഒപ്പം മദർസൺ ഗ്രൂപ്പ് ആപ്പിളിൻ്റെ റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ രംഗത്തേക്കും കിടക്കുകയാണ്. അപ്പോൾ ഐഫോൺ റിലേറ്റഡ് ഗ്ലാസസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്യാൻ പോവാണ്. മദർസൺ സുമിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് ആണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഒപ്പം ഗ്ലോബൽ വൊളാറ്റിലിറ്റിക്ക് അനുസരിച്ചുള്ള ഗ്ലോബൽ വൊളാറ്റിലിറ്റി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ പുതിയൊരു IPO ഇന്ന് ഓപ്പൺ ആവുന്നു, ഫസ്റ്റ് ക്രൈ. തീർച്ചയായിട്ടും നല്ലൊരു IPO ആണ്, നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസ് ഉള്ളൊരു IPO ആണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ ഒല ഇലക്ട്രിക് ഓൾമോസ്റ്റ് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലോസിംഗ് ടൈമിലേക്ക് ധാരാളം സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ലിസ്റ്റിംഗ് ഉണ്ട്. മെയിൻ ബോർഡിൽ അക്കൗണ്ട്സ്, ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്. നല്ല ലിസ്റ്റിംഗ് ആയിരിക്കും, ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകുന്നുള്ള എക്സ്പെക്ടേഷനാണ്. സാത് ലോക്കർ, സിനർജി, ENC ഗ്ലോബൽ, അതുപോലെ തന്നെ ബൾക്ക് കോർപ്പ്, രജപത്തന ഇൻഡസ്ട്രീസ്, ആശാപുര ലോജിസ്റ്റിക്സ് ഒക്കെ NSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകുന്നുള്ള എക്സ്പെക്ടേഷനാണ്. കിസി അപ്പാരൽസ് BSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകുന്നുള്ള എക്സ്പെക്ടേഷനാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഫർദർ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് എടുക്കാനും ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.